ഭാര്യയുടെ മയ്യത്ത് മറവ് ചെയ്യാനടുക്കുകയാണ്. അവസാനമായി അവളെ ഒരു നോക്ക് കാണാൻ എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും തിരക്ക് കൂട്ടുന്നു. കൂട്ടുകാരൻ വന്ന് നിറകണ്ണുകളോടെ എന്നെ വിളിച്ചു. ഡാ, നിനക്കൊന്ന് അവസാനമായി അവളൊന്ന് കാണണ്ടേടാ നിനക്ക്. ഒന്നും മിണ്ടാതെ ഞാൻ ഹാളിലേക്ക് ചെന്നു. പുഞ്ചിരിച്ചുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ വിവാഹം കഴിഞ്ഞ് അവളെ ആദ്യമായി ചുംബിച്ചത് മനസ്സിലേക്ക് വന്നു. ചുംബിക്കാൻ കൊതിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ഈ കിടത്തത്തിലും ഉണ്ടായിരുന്നു. ചുംബിക്കാനടുത്തതും ആരോ തടഞ്ഞു. ഇനിയിപ്പം തൊടണ്ട, ഓലോ മുറിയേ ഉള്ളൂ. പതിയെ ഞാൻ പിൻവാങ്ങി. ഞാൻ എത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. വൈകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹത്തിന് ഒരുക്കിയ പോലെ ആരൊക്കെയോ ചേർന്ന് അവളെ ഒരുക്കിയിരുന്നു. അന്ന് എൻ്റെ കയ്യിലേൽപ്പിക്കാനാണെങ്കിൽ ഇന്നെന്നാൽ നിന്നെയും കൊണ്ട് പോകുവാനാണ്. ഇനി ഞാൻ തൊട്ട ഉദവും മുറിയുമത്രേ. വേണ്ട, ശുദ്ധിയോട് കൂടി തന്നെ പോയിക്കോട്ടെ. പക്ഷെ അവസാനമായി എനിക്ക് ഒരു ചുംബനം പോലും നൽകാൻ പറ്റിയില്ലല്ലോ മോളെ. അതെ, മധുവിധു തീരും മുമ്പേ 2 മാസത്തെ ദാമ്പത്യം സാക്ഷി നിർത്തി പ്രവാസത്തിലേക്ക് കുടിയേറിയ ആ രാത്രി നിറകണ്ണുകളോടെ നെറുകിൽ നൽകിയ ആ ചുംബനം, അതെ, അതായിരുന്നു അവസാനത്തെ ചുംബനം. പിന്നീട് അങ്ങോട്ട് 4 മാസം. ഇന്നലെ പതിവില്ലാതെ ഇളയപ്പ വന്ന് ടിക്കറ്റ് കയ്യിൽ തന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തിയപ്പോഴേക്കും വേണ്ടപ്പെട്ടവർക്കാർക്കോ അത്യാഹിതം എന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ അതെൻ്റെ പകുതിയാണെന്ന് വീട്ടിലെത്തിയിട്ട ഞാൻ അറിഞ്ഞു. ഡാ, മയ്യത്തെടുത്തു, വാടാ, പള്ളിയിൽ പോവണ്ടേ? വീണ്ടും കൂട്ടുകാരൻ അവൻ്റെ കൂടെ വികാരമില്ലാതെ അവളെ അനുഗമിച്ചു. അവളുടെ ആ സുന്ദരമായ മുഖം മണ്ണിൽ ചേർത്ത് വെച്ചപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു. എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളുടെ നെഞ്ചിലെ മുഖം ചേർത്ത് വെച്ചിറങ്ങാൻ പൂതിയാവണം കാക്കോ എന്ന്. അവസാന കല്ലും വെച്ച് എൻ്റെ മുത്തിൻ്റെ മുഖം മറക്കുമ്പോൾ പറയാൻ കഴിയാത്ത ഒരു വികാരമുണ്ടായിരുന്നു മനസ്സിൽ. ഫോണിലൂടെ അവൾ ചോദിച്ചിരുന്നത് പോലെ മൗനമായി ഞാനും ചോദിച്ചു.